ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കോട് സീരിയലിൻ്റെ നാളത്തെ അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സേതു ആണെന്നുണ്ടെങ്കിൽ പല്ലവീനെയും ഋതുവിനെയും അച്ഛനെയും കൂട്ടിക്കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അതേസമയം കുറുപ്പിനോടാണെന്നുണ്ടെങ്കിൽ പ്രതാപൻ പറയുന്നുണ്ട്, എന്നെ ഒന്ന് സഹായിക്കണം, ചേച്ചി എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ആ തെറ്റിദ്ധാരണ കുറുപ്പെ താൻ തന്നെ മാറ്റണം. ഞാനെങ്ങനെ മാറ്റാനാണ്? അത് നീയും നിന്റെ ചേച്ചി നമ്മളെ പ്രശ്നം. അതെ, ചാരപ്പണി ചെയ്യുമ്പോഴേ നോക്കിയും കണ്ടൊക്കെ സംസാരിക്കണ്ടേ എന്റെ പ്രതാപ എന്ന് കുറുപ്പ് വരുമ്പോഴേക്കും തിരിച്ച് കുറുപ്പ് ഒരു വാക്ക് പറയാണ്, അതെ താൻ തന്നെ എന്നോട് ഇങ്ങനെ പറയണം. അതെ, തന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാലോ അല്ലേ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അളിയൻ മരിക്കുന്ന ദിവസം അതിനെക്കുറിച്ച് ഞാൻ എന്നെ ഓർമ്മപ്പെടുത്തണോ എന്ന് ചോദിക്കുമ്പോഴേക്കും കുറുപ്പിന്റെ പഴയ കാര്യങ്ങൾ ഓർത്തു പോകാണ്. ശരിക്കും ഇവിടെ മാധവൻ മരിക്കാൻ കാരണം കുറുപ്പാണ് കേട്ടോ. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ കുറുപ്പ് ആലോചിച്ചിട്ട് ശരി ശരി ഞാൻ പൂർണ്ണിമയടുത്ത് സംസാരിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പ്രതാപന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി അവിടെ നിന്ന് പൊട്ടിക്കരയാട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തൻ്റെ മോൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും? താൻ കാരണം എത്രയോ പേരെയാണ് താൻ കണ്ണീര് കുടിപ്പിച്ചത്, എല്ലാവരെയും താൻ വെറുപ്പിച്ചു. എല്ലാത്തിനും പരിഹാരമായിട്ട് ഇനി എന്താ ചെയ്യാൻ പറ്റുക? മറ്റുള്ളവരുടെ മുഖത്ത് താൻ ഇനി എങ്ങനെ നോക്കും എന്നുള്ള ചിന്തയാണ് നമ്മുടെ എന്നാൽ ലക്ഷ്മി കേട്ടോ. ലക്ഷ്മി അങ്ങനെ അവസാനം ഒരു തീരുമാനം എടുക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള ആൾക്ക് പറയുന്നുണ്ട്, അതെ മൂർത്തി, നാളെ തന്നെ വക്കീലിനെ വിളിക്കണം, എന്നിട്ട് ഞാൻ എഴുതിയേക്കുന്ന വിൽപത്രം അത് അസാധുവാക്കി കളയാൻ പറയണം. എന്നിട്ട് മാധവേട്ടൻ ചെയ്ത വിൽപത്രം അത് തന്നെ വീണ്ടും നിലവിൽ വരണം. അതൊക്കെ പെട്ടെന്ന് നടക്കും മാഡം, പെട്ടെന്ന് നടത്തണം. എന്നിട്ട് വേണം എനിക്ക് കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. എന്താ മാഡം? അതൊക്കെ ഞാൻ നാളെ പറയാം. താനിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം. ശരി, ഞാൻ ഉടനെ തന്നെ ചെയ്യാം മാഡം എന്ന് മൂർത്തി പറയാണ്. അതിനുശേഷം രാവിലെ ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി കേട്ടോ. കാരണം പഴയ രീതി തന്നെ എഴുതിയിട്ട് അത് നമ്മുടെ പൂർണ്ണിമയെടുത്തും ഋതുവിനോടത്തും അച്ഛനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്മി അങ്ങനെ പറഞ്ഞു കേട്ടോ. അതേസമയം തിരിച്ച് വേണുവാണെങ്കിൽ വീട്ടിലെത്തുമ്പോഴേക്കും മയൂരി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്നാലും സത്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞല്ലോ. ഇനിയിപ്പോൾ തൻ്റെ അമ്മ തിരിച്ചു വരും. അപ്പം തൻ്റെ അമ്മയും അച്ഛനും കൂടി പഴയ പോലെ തിരിച്ചു വരുന്ന ആ കാഴ്ച കാണാൻ വേണ്ടി മയൂരി ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ. അപ്പം നോക്കുമ്പോഴേക്കും അച്ഛൻ മാത്രമേ വരുന്നുള്ളൂ. മയൂരി ചോദിക്കണ്ട്, അയ്യോ അച്ഛ, അമ്മ എവിടെ? അമ്മ വന്നില്ലേ? ഓ, സേതുവേട്ടൻ്റെ കൂടെ പോയി കാണുമായിരിക്കും അല്ലേ? ഈ അമ്മയുടെ ഒരു കാര്യം സേതുവേട്ടൻ ഒരുപാട് തെറ്റിദ്ധരിച്ചല്ലേ, അതുകൊണ്ട് സേതുവേട്ടൻ്റെ കൂടെ പോയിട്ടുണ്ടാവും അല്ലേ അച്ഛ എന്ന് പറയുമ്പോഴേക്കും വേണു ഒന്നും മിണ്ടുന്നില്ല. അല്ല അച്ഛനെന്താ മറുപടി ഒന്നും പറയാത്തത്? അച്ഛ, അമ്മ എവിടെ അച്ഛ? അച്ഛനെന്താ അമ്മേനെ കൊണ്ടുവരാത്തത്? എന്താ നിങ്ങളുടെ പിണക്കം മാറിയില്ലേ? മോളെ, നീ അച്ഛനെ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തേ. എന്താ അച്ഛാ? കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കാൻ. ആ ശരി എന്ന് പറഞ്ഞിട്ട് മയൂരി കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. അച്ഛാ പറയച്ഛാ, അമ്മേനെന്താ കൊണ്ടുവരാത്തത്? നിന്റെ അമ്മക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരട്ടെ, അല്ലാതെ ഞാനായിട്ട് വിളിക്കില്ല. അയാൾ കാരണം എത്ര പേരാണ് വിഷമിച്ചത്. അയാളുടെ ഒരു എടുത്തുചാട്ടം കാണുക ഇങ്ങനെയൊക്കെ ആയത്. അച്ഛാ, അങ്ങനെ നോക്കുകയാണെങ്കിൽ അച്ഛനും തെറ്റുകാരനല്ലേ? സേതുവേട്ടാന്ന് പറഞ്ഞ ഏതോ ഒരുത്തം വന്നു, അച്ഛനത് വിശ്വസിച്ചു അമ്മേനെ തെറ്റിദ്ധരിച്ചു. അമ്മയുടെ പഴയ കഥകൾ ശരി, അതൊക്കെ ഓക്കെ തന്നെയാണ്. പക്ഷെ എങ്കിലും ചെറിയ രീതിയിൽ അച്ഛനും തെറ്റുകാരനല്ലേ അച്ഛാ? തെറ്റിദ്ധാരണ കൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത്. അതൊക്കെ പോട്ടെ അച്ഛാ, അച്ഛൻ അമ്മേനെ വിളിച്ചിട്ട് വാ. ഇല്ല, എനിക്കതിനൊന്നും സമയമില്ല, നീ വേറെ പണി നോക്ക് എന്ന് പറഞ്ഞിട്ട് വേണു റൂമിലേക്ക് കയറാണ്. പക്ഷേ ഈ അച്ഛൻ ഇതെന്ത് പറ്റി? അച്ഛൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ. അച്ഛൻ ഇപ്പം എന്താ അമ്മയുടെ ഇത്ര ദേഷ്യം? ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരാളല്ലല്ലോ തൻ്റെ അച്ഛൻ. ഇതെന്ത് പറ്റി അച്ഛനാ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് മയൂരി കേട്ടോ. ശേഷം വേണു റൂമിൽ കയറി കഥ കടച്ച് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അച്ഛൻ ചിലപ്പോൾ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരിക്കും. അച്ഛൻ കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കട്ടെ എന്ന് മയൂരിയും വിചാരിക്കുകയാണ്. പക്ഷെ റൂമിലെത്തിയ വേണു എന്തൊക്കെയോ ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ തൻ്റെ ഭാര്യ തന്നെ ചതിച്ചെന്നുള്ള വിചാരമോ അതെല്ലാം കയറിയത് കൊണ്ടായിരിക്കാം വേണു വേഗം തന്നെ ഒരു തോക്കെടുക്കുകയാണ്. അതിനുശേഷം വേണു തൻ്റെ തലയിൽ തന്നെ, അതായത് തൻ്റെ നെറ്റിയുടെ ചോട്ടിൽ തന്നെ ആ തോക്കിങ്ങനെ വെക്കാണ്, സ്വയം വെടിവെച്ച് മരിക്കാനായിട്ട്. അങ്ങനെ വെടിവെക്കുന്ന സമയത്ത് നമ്മുടെ വേണുയുടെ മനസ്സിൽ നമ്മുടെ സേതുവിൻ്റെ മുഖവും മയൂരിയുടെ മുഖവും ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ. എന്താണെന്നറിയില്ല, സേതുയുടെ മുഖവും ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. താൻ എന്തിനു മരിക്കണം? താനതിനെന്ത് തെറ്റാ ചെയ്തത്? വേണ്ട, മരിക്കാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ച് മനസ്സിനെ പാകപ്പെടുത്താണ് വേണു. അതിനുശേഷം ആ തോക്ക് അവിടെ തന്നെ വെച്ചിട്ട് പൊട്ടിക്കരയാട്ടോ. പിന്നീട് കാണിക്കുന്ന സേതുവിനെയാണ്. സേതു ആണെന്നുണ്ടെങ്കിൽ രാത്രി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല്ലവി ചോദിക്കണ്ടേ, എന്താ സേതുവേട്ടാ എന്തു പറ്റിയും ചോദിക്കുമ്പോൾ, ഒന്നുമില്ലടോ, അമ്മ തിരിച്ചു വിളിക്കാത്തതിൻ്റെ വിഷമമാണോ? ഇത്രയൊക്കെ ആയിട്ടും സേതുവേട്ടൻ തെറ്റുകാരനല്ലെന്ന് അറിഞ്ഞിട്ട് പോലും അമ്മ സേതുവേട്ടന് നല്ല രണ്ട് വാക്ക് പോലും സംസാരിച്ചില്ല അല്ലേ? അതിൻ്റെ വിഷമമല്ലേ സേതുവേട്ടന്? എനിക്ക് കുഴപ്പമൊന്നുമില്ലടോ.
ഇപ്പം ഞാനിപ്പോൾ അമ്മേനോട് സംസാരിച്ചാലും സ്നേഹത്തോടെ സംസാരിച്ചാലും എനിക്ക് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം എൻ്റെ മനസ്സിൽ എനിക്കിനി ഒരു അമ്മ മാത്രമേ ഉള്ളൂടോ എന്ന് പറയാണ്. അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് പൂർണിമ വാതിക്കൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും പല്ലവി ചോദിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. അതെ, തനിക്ക് മനസ്സിലായല്ലോ? അതെ, ഇനി മുതൽ പൊന്നുമടത്തിലെ പൂർണിമാമയാണ് എൻ്റെ അമ്മ. എന്നെ പ്രസവിച്ചതും ആ അമ്മ തന്നെയാണ്. അങ്ങനെ വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. അതെ, എന്നെ പ്രസവിച്ചതും എന്നെ വളർത്തിയതും എൻ്റെ പൂർണിമാമയാണ്. എൻ്റെ അനിയത്തിമാര് അത് ഒരു മാറ്റമില്ല. മയൂരിയും എൻ്റെ അനിയത്തി തന്നെയാണ്. പക്ഷെ എൻ്റെ അമ്മ പൂർണിമാമ തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ പൂർണിമക്ക് ഭയങ്കര സന്തോഷമാവട്ടോ. കാരണം സേതുവിൻ്റെ വായിന്ന് ഇങ്ങനെ കേട്ടല്ലോ. കാരണം തൻ്റെ പെറ്റമ്മേനെ പോലും മാറ്റി നിർത്തി തന്നെ അമ്മയായിട്ട് അംഗീകരിച്ചല്ലോ എന്ന് വെച്ചിട്ട് നമ്മുടെ പൂർണിമക്ക് ഭയങ്കര സന്തോഷിച്ചിട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് പൂർണിമ രാത്രി റൂമിലേക്ക് പോകണം. അപ്പം അച്ചൂർ ഇതും ചോദിക്കണ്ടേ, എന്ത് പറ്റിയമ്മേ? അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ. അത് വേറൊന്നല്ല മക്കളെ, സേതുവിൻ്റെ മനസ്സിൻ്റെ നന്മ, അവൻ്റെ മനസ്സിലെ സ്നേഹം ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞു. ഓഹോ, അമ്മ അതിപ്പോഴാണ് തിരിച്ചറിഞ്ഞത്, ഞങ്ങളൊക്കെ അത് നേരത്തെ അറിഞ്ഞു. പൊടി, അതല്ല. ശരിക്കും പറഞ്ഞാൽ സേതുവിനെ ആദ്യം തിരിച്ചറിഞ്ഞത് നിന്റെ അനിയത്തി അച്ചുവാണ്. പിന്നെ എനിക്ക് അവനെ മുമ്പേ ഇഷ്ടമായിരുന്നു. മാധവേട്ടൻ്റെ മോനായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മോനായിട്ട് അവനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ അവൻ പറയുന്ന വാക്കുകൾ കേട്ടു. അവൻ്റെ സ്വന്തം അമ്മേനേക്കാളും പെറ്റമ്മയായിട്ട് കാണുന്നത് എന്നെയാണെന്ന് അച്ചു പറയുന്നുണ്ട്. സേതുവേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം ഒരിക്കമേ. കാരണം സേതുവേട്ടന് അമ്മ എന്ന് വെച്ച ജീവനാണ്. അമ്മേനെയാണ് സേതുവേട്ടൻ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് കാണുന്നത് എന്നൊക്കെ അച്ചുവും അതുപോലെ തന്നെ ഋതു ഒക്കെ പറയുമ്പോൾ പൂർണിമയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. രാവിലെ തന്നെ പൂർണിമേനെ കാണാൻ വേണ്ടി ലക്ഷ്മി വരുന്നുണ്ട് കേട്ടോ. ലക്ഷ്മിനെ കാണുമ്പോൾ പൂർണിമയ്ക്ക് ഒരു ദേഷ്യമൊന്നുമില്ല കേട്ടോ. പൂർണിമ, ഇതാരെ ലക്ഷ്മിയോ, വാ കയറിയിരിക്കേ. വേണ്ട, ഞാൻ പൂർണിമേനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അതിനെന്താ, കയറിയിരുന്ന് സംസാരിക്കാലോ. കയറിയിരിക്കാനും പൂർണിമയുടെ മുഖത്ത് നോക്കാനുള്ള അർഹതയൊന്നും എനിക്കില്ല. എന്തിനാ ലക്ഷ്മി ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ലക്ഷ്മി എന്നോട് വഴക്കുണ്ടാക്കിയാലും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മുമ്പ് പറഞ്ഞു തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളൂ, ലക്ഷ്മി എൻ്റെ കൂടപ്പിറപ്പിനെ പോലെയാണ്, അല്ല കൂടപ്പിറപ്പ് തന്നെയാണ് എന്ന് പൂർണിമ പറയുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, അത് പൂർണിമയുടെ വലിയ മനസ്സുകൊണ്ടിട്ട് പറയുന്നതാണ്. ഞാൻ പൂർണിമേനെ എന്തുമാത്രം വേദനിപ്പിച്ചു, അതൊന്നും എനിക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. പറഞ്ഞ വാക്കുകളായി പോയില്ലേ. എനിക്ക് ആകെ ഒരു കാര്യം മാത്രമേ തിരിച്ച് തരാൻ സാധിക്കുള്ളൂ. അത് നിങ്ങളുടെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിച്ച ഈ സ്വത്തുക്കളാണ്. ഇത് തിരിച്ചു വാങ്ങണം. അയ്യോ, എനിക്കിതൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ പൊന്നുമടത്തിനേക്കാളും എന്തോ ഒരു പോസിറ്റീവ് എനർജി ഈ വീട്ടിലുണ്ട്. സേതു കഷ്ടപ്പെട്ട് ഈ വീട്ടിൽ നിന്നതായിരുന്നില്ലേ, അതുകൊണ്ടായിരിക്കാം ഈ വീട്ടിൽ വല്ലാത്തൊരു ഇത്. എൻ്റെ മക്കൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുമെന്നൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അവർക്കും കുഴപ്പമൊന്നുമില്ല. കറണ്ട് ഇല്ലെങ്കിലും വെള്ളമില്ലെങ്കിലും ഒക്കെ അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് സേതുവിൻ്റെ തണലിൽ. അത് മതി. എനിക്ക് ലക്ഷ്മി തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് സേതു തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ ഈ സ്വത്തോ പണോ ഒന്നും എനിക്ക് വേണ്ട. എനിക്കറിയാം, പക്ഷേ ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. മാധവേട്ടൻ നിങ്ങൾക്കായിട്ട് തന്ന ഇഷ്ടദാനമാണ്. ഇത് നിങ്ങൾ തന്നെ വാങ്ങിക്കണം. ഇത് പൂർണിമ വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും എന്ന് ലക്ഷ്മി ഇങ്ങനെ പറയുന്നത് കൊണ്ട് മാത്രം പൂർണിമ അത് 2 കൈ നീട്ടി സ്വീകരിക്കാട്ടോ. അപ്പൊ സേതു പറഞ്ഞ, അമ്മേ അതങ്ങോട്ട് തിരിച്ചു കൊടുക്കും, നമുക്കതൊന്നും വേണ്ട. ഇവര് തട്ടിപ്പറിച്ച് വാങ്ങിച്ചല്ലേ, അവരുടെ കൈ തന്നെ ഇരിക്കട്ടെ. മോനെ, ഞാൻ പറഞ്ഞതാണ് വേണ്ടെന്ന്. അപ്പോൾ ലക്ഷ്മി എന്താണെങ്കിലും വേണ്ട എന്ന് സേതു ഉറപ്പിച്ചു പറയാട്ടോ. പക്ഷേ ആ മുദ്രപത്രവും സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ പൂർണിമയുടെ കയ്യിൽ കൊടുത്ത് ലക്ഷ്മി അവിടെ നിന്ന് അങ്ങോട്ട് പോകുക. അപ്പൊ ആ ഒരു ഭാഗത്തോടെയാണ് നമ്മുടെ പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.